എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സിമി എന്നാണ്. എൻ്റെ കൂടെ വിശിഷ്ടാതിഥിയായി നമ്മുടെ തമ്പി ആൻ്റണി ചേട്ടനുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്, സിനിമ പ്രവർത്തകനാണ്, സിനിമ നടനാണ്, സിനിമ പ്രൊഡ്യൂസറാണ്. തമ്പി ആൻ്റണി ചേട്ടനെ എനിക്ക് പരിചയമുള്ളത് ഒരു യൂട്യൂബ് ചാനൽ വഴിയാണ്. അതിൻ്റെ പേര് എൻ്റെ ചിന്തകൾ എന്നാണ്. ആദ്യം അത് ഫേസ്ബുക്കിലായിരുന്നു, ഇപ്പോൾ അത് യൂട്യൂബായിട്ടും തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ തമ്പി ആൻ്റണി ചേട്ടനായിട്ട് എനിക്ക് ഒരു 2017-18 കാലഘട്ടം തൊട്ട് പരിചയമുണ്ട്. അപ്പോൾ ഇപ്പോൾ അവരൊരു യാത്രയിലാണ്, കാലിഫോർണിയയിൽ നിന്ന് ന്യൂയോർക്ക് വരെയുള്ള യാത്രയിൽ. സോഹൻലാൽ സാർ, അതായത് എൻ്റെ മകൻ ഒരു സിനിമയിൽ അഭിനയിച്ചിരുന്നു. ആ സിനിമയിലെ സംവിധായകനാണ് സോഹൻലാൽ സാറ്. സോഹൻലാൽ സാറിനോടൊപ്പം ആ വഴിക്ക് ഡെലവെയർ സന്ദർശിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. തമ്മിച്ചേട്ടൻ, എനിക്ക് കുറേ ചോദ്യങ്ങളുണ്ട്. നമ്മൾ ഇന്നത്തെ ചിന്ത എന്ന പരിപാടി വഴിയാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ എത്ര നാളായി തമ്പിച്ചേട്ടൻ ഈ ഒരു ഇന്നത്തെ ചിന്ത എന്നുള്ളൊരു ഫേസ്ബുക്ക് പേജ് തുടങ്ങിയിട്ട്? പണ്ടൊക്കെ എഴുതുമ്പോഴത്തേനും അത് പബ്ലിഷ് ചെയ്യാനായിട്ടൊരു മാധ്യമം വേണമായിരുന്നു, പ്രിൻ്റ് മീഡിയ. അതിൽ നിന്ന് ഒരു മാറ്റം വന്നത് സോഷ്യൽ മീഡിയയാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പ്രിൻ്റ് മീഡിയയിൽ കഥകൾ എഴുതുമെങ്കിലും എൻ്റെ ഫിലോസഫിക്കലായുള്ള ചിന്തകൾ അത് ചിലപ്പം പ്രിൻ്റ് മീഡിയയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. പല ചിന്തകളുണ്ട്. മതത്തെയും മറ്റ് മാനുഷിക ബന്ധങ്ങളെ പറ്റിയൊക്കെയുള്ള വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള കുറേ ചിന്തകൾ അത് എഴുതാനൊരു വേദി എനിക്ക് തോന്നുന്നു ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നമ്മുടെ ഒരു സ്വാതന്ത്ര്യത്തിന് എഴുതാൻ പറ്റിയൊരു മീഡിയമായിട്ട് ഞാൻ അത് സെലക്ട് ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ ചിന്തകൾ ഈ ഫേസ്ബുക്കിലൂടെ തന്നെ എൻ്റെ വായനക്കാർക്കായും എൻ്റെ കൂട്ടുകാർക്കായും ഞാൻ എഴുതുന്നത്. അങ്ങനെയെങ്കിലും എന്തെങ്കിലും സമൂഹത്തിൽ ഒരു മാറ്റം വരുത്താൻ സാധിക്കുമെന്ന് ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ അത് എഴുതാൻ തുടങ്ങിയത്. സിമി അത് വായിക്കുന്നറിഞ്ഞ് എനിക്ക് വളരെ സന്തോഷം. സിമി മാത്രമല്ല, പലരും ഇത് വായിച്ചെനിക്ക് മെസ്സേജുകൾ അയക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടെന്നുള്ളതാണ്. അതെനിക്ക് വളരെ സന്തോഷം തോന്നി. സിമി അങ്ങനെ ഇതൊക്കെ വായിക്കുകയും അതിനെപ്പറ്റി ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നത്. പ്രത്യേകം പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു വായനക്കാരിയല്ല, എന്ന് വെച്ചാൽ ബുക്ക് വായിക്കുന്ന ഒരാളല്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും കാര്യമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ വായിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ തമ്മിച്ചേട്ടന് തോന്നുന്നുണ്ടോ ഇതുപോലെ സോഷ്യൽ മീഡിയ ആകുമ്പോൾ ഇതിന് ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഇല്ല, കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് കൂടുതൽ ഇത് എത്തുന്നുണ്ടെന്ന് തമ്മിച്ചേട്ടന് തോന്നുന്നുണ്ടോ? അല്ല, സിമി പറഞ്ഞത് തന്നെ അതിൻ്റെ ഉദ്ദേശം. സിമി ഒരു വായനക്കാരി അല്ല എന്ന് ആദ്യമേ പറഞ്ഞല്ലോ. വായനക്കാരി അല്ലാത്തവർ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ആക്റ്റീവാണ്. ചെറിയ ചെറിയ ബിറ്റുകൾ നമ്മൾ എഴുതി കഴിഞ്ഞാൽ അവരെല്ലാം വായിക്കും. ചെറിയൊരു കവിത എഴുതാണ് എല്ലാവരും വായിക്കും. വായനക്കാരാണ് വലിയൊരു കഥയോ കവിതയോ കിട്ടിക്കഴിഞ്ഞാൽ അവർ മുഴുവൻ ഇരുന്ന് വായിക്കും. പക്ഷെ വായനക്കാരല്ലാത്ത കുറേ എൻ്റെ ഫ്രണ്ട്സ്, ഓഡിയൻസ് ഉണ്ട്. അവരെ കൂടെ ഉദ്ദേശിച്ചാണ് ഞാനിങ്ങനെ, ഇത് തന്നെ എൻ്റെ ഉദ്ദേശം, വായനക്കാരല്ലാത്തവരിൽ എൻ്റെ ചിന്തകൾ എത്തിക്കുക എന്നുള്ളതാണ്. അത് ഞാൻ ഫലപ്രദമായി ചെയ്യുന്നുണ്ടെന്ന് ഇപ്പോൾ സിമിയുടെ സംസാരത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി. അതെ. അടുത്ത എൻ്റെ ചോദ്യം ഇതിനോട് കണക്ട് ചെയ്ത് തന്നെയാണ്. ഇതുപോലെ കുറേ സോഷ്യൽ മീഡിയയിൽ കുറേ ആൾക്കാർ ഇത് വായിക്കുന്നുണ്ട്. അപ്പം പല രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഉദാഹരണത്തിന് മതത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ പല രീതിയിലുള്ള അഭിപ്രായങ്ങളുള്ള മനുഷ്യരുണ്ടാവും. അപ്പോൾ അവരെങ്ങനെയാണ് ടാക്കിൾ ചെയ്യുന്നത്? നെഗറ്റീവ് കമൻസും ഉണ്ടാവുമല്ലോ അതിൻ്റെ കൂടെ? തീർച്ചയായിട്ടും നെഗറ്റീവ് കമൻസ് ഞാൻ തുടങ്ങിയ കാലത്ത് ധാരാളം നെഗറ്റീവ് കമൻസ് ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് തന്നെ പേഴ്സണൽ അറ്റാക്ക് ചെയ്യുന്ന പോലെയൊക്കെ ഉള്ള കമൻസ് വന്നു. പ്രത്യേകിച്ചും മതത്തെപ്പറ്റി എഴുതുമ്പോഴാണ് കൂടുതലും. പക്ഷേ ഇപ്പോൾ അത് കഴിഞ്ഞ ഒരു 2-3 വർഷങ്ങളായിട്ട് അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ പലരും വന്നിങ്ങനെ യൂട്യൂബിൽ വന്ന് പലരും മതങ്ങളെപ്പറ്റിയും വിമർശിക്കുകയും മതേതരം പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊരു കേരളത്തിൽ മൊത്തം ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളൊരു തെളിവാണ് ഇപ്പോൾ പ്രതിഷേധങ്ങൾ വളരെ കുറവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതൊരു സമൂഹത്തിലൊരു മാറ്റം അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് പറഞ്ഞ പോലെ കഴിഞ്ഞ ആഴ്ചയിലാണെന്ന് തോന്നുന്നു ലോകത്തിലെ ഏറ്റവും വലിയ എത്തീസ്റ്റ് മേള കോഴിക്കോട് നടന്നത്. 10,000 പേരാണ്. അപ്പോൾ കേരളത്തിലുണ്ടാകുന്ന ഒരു മാറ്റത്തിൻ്റെ ഒരു ചലനം എവിടെയൊക്കെയോ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതിൻ്റെ ഒരു
ഒരു തെളിവാണത്. ഈ ചലനം എന്ന് പറയുമ്പോൾ തമ്പിച്ചേട്ടൻ്റെ എൻ്റെ ചിന്ത എന്നുള്ള പേജിൽ കൂടെ എത്ര പേര് തമ്പിച്ചേട്ടനെ ഫോളോ ചെയ്യുന്നുണ്ടാവും? ക്ലോസ് ടു 20,000 ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സായിട്ട് നമുക്ക് എൻ്റെ പേഴ്സണൽ പേജിൽ ഒരു 5,000 ലിമിറ്റ് ഉണ്ടല്ലോ. പക്ഷേ മറ്റ് പേജിൽ 18,000 to 20,000 ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ ഫോളോ ചെയ്യാത്തവർക്കും വായിക്കുന്നുണ്ട്. പലരും കമൻ്റ് ഇടാൻ മടിക്കും. കാരണം ഇങ്ങനത്തെ ചിന്തകളൊക്കെ പലരും അതിനെ റെസ്പോണ്ട് ചെയ്യാൻ മടിക്കും. എന്നാലും റെസ്പോണ്ട് ചെയ്യുന്നവരുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരു ചെറിയൊരു സമൂഹത്തിൻ്റെ ഇടയിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. മതത്തിനെ കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ ഞാൻ പേഴ്സണലി വായിച്ചിട്ടുണ്ട്. ഇല്ലാതെ ഏത് തരം ടോപ്പിക്കാണ് തമ്പിച്ചേട്ടൻ സാധാരണ കൈകാര്യം ചെയ്യുന്നത്? മനുഷ്യ ബന്ധങ്ങൾ, പിന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും കാമുകനാണേലും, പിന്നെ ജീവിതം, ഫാമിലി ലൈഫിനെ പറ്റി ലൈഫിനെ ബേസ് ചെയ്തിട്ടാണ് കൂടുതൽ ഞാൻ എഴുതാറുള്ളത്. ഇപ്പോഴത്തെ തലമുറയുടെ ബന്ധങ്ങൾ, അവരെങ്ങനെയാണ് അവരുടെ ബന്ധങ്ങൾ സൂക്ഷിക്കുന്നത്. പിന്നെ ഇപ്പോൾ ന്യൂജൻ അവരുടെ തോട്ട് പ്രോസസ്സ് വളരെ ഡിഫറെൻ്റാണ്. അപ്പം അതൊക്കെ ഒബ്സർവ് ചെയ്തിട്ട് ഞാൻ അവർക്കുള്ള ഉപദേശങ്ങളായിട്ട് ഞാൻ കൊടുക്കാറുണ്ട്. ഈ ന്യൂജൻ ബന്ധങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ടോപ്പിക്ക് വേറെ എടുക്കാറുള്ളതെന്ന് പറഞ്ഞു. അത് പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണോ അതിൽ കൂടുതലും? അല്ല, എൻ്റെ എല്ലാ കഥകളും എഴുത്തുകളും പേഴ്സണൽ എക്സ്പീരിയൻസിൽ തന്നെയുള്ളതാണ്. എന്നെ പലരും വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, അവരുടെ പേഴ്സണൽ പ്രോബ്ലങ്ങൾ എന്നോട് പറയാറുണ്ട്. അതിൻ്റെ റീസൺ എനിക്ക് തോന്നുന്നത് ഒരു ഫെമിലിയാരിറ്റി. ഞാൻ സിനിമയിലുള്ളതുകൊണ്ട് വിളിക്കുന്ന പെൺകുട്ടികളാണേലും ന്യൂജൻ ആൺകുട്ടികളാണേലും ഞാനൊരു അപരിചിതനല്ല അവർക്ക്. നമ്മൾ കണ്ടൊരു പരിചയം, അവർക്കൊരു എന്തും പറയാവുന്ന ഒരു ഫീലിംഗ് ഉള്ളതുകൊണ്ടാണ് എന്നോട് പറയുന്നത്. ആ പറയുന്നതൊക്കെ ഞാൻ നോട്ട് ചെയ്തിട്ട് അത് പല കഥകളിലും ഞാൻ കൊണ്ടുവരാറുണ്ട്. അതിൽ പെൺ ബൈക്കർ എന്നൊരു കഥ ഞാൻ എഴുതി മാതൃഭൂമി പബ്ലിഷ് ചെയ്തത്. അതൊരു പെൺ ബൈക്കർ എന്നെ വിളിച്ച് എന്നോട് സംസാരിച്ച് അവളുടെ ലൈഫ് പറഞ്ഞതാണ്. അപ്പോൾ അത് ഞാൻ അതുപോലെ ആയിരിക്കില്ല ഞാൻ കഥ എഴുതുന്നത്. കഥ എഴുതുമ്പോൾ നമ്മളറിയാമല്ലോ, എഴുത്തുകാരെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കള്ളം പറയുന്നതാണ് എഴുത്തുകാരൻ. കള്ളം, ഇമാജിനേഷനും, ഇത് രണ്ടും കൂടെ കൂടിക്കലർന്ന എഴുത്തുണ്ടാകും. പിന്നെ എഴുതാനുള്ള ധൈര്യം കൂടെ വേണം. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്ന് ഒരിക്കലും ഒരു എഴുത്തുകാരനുണ്ടാകത്തില്ല. നമുക്കൊരിക്കലും എല്ലാവരെയും ഹാപ്പിയായിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. അതെൻ്റെ ഒരു ചിന്തയിലുള്ളൊരു കാര്യമാണ്. യു ക്യാൻ ബി നെവർ സക്സസ്ഫുൾ മേക്കിംഗ് എവരിബഡി ഹാപ്പി. അതുകൊണ്ട് നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അതുകൊണ്ട് അങ്ങനെയുള്ളവർ ഒരിക്കലും ധൈര്യം, കറേജ് ആൻഡ് ഇമാജിനേഷൻ ഓഫ് കോഴ്സ്, ഇത് രണ്ടും എഴുത്തുകാരന് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ്. അല്ലെങ്കിൽ എനിക്ക് ഈ ചിന്തകൾ എഴുതാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇമാജിനേഷനും എക്സ്പീരിയൻസും കൊണ്ടാണോ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്? അതോ ഒരു ചെറുപ്പക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ടോ, കുറച്ചുകൂടെ യങ്ങായിട്ടുള്ള ആൾക്കാർക്ക്? അല്ല, അനുഭവങ്ങൾ ഞാൻ വളരെ ലേറ്റായിട്ട് എഴുതാൻ തുടങ്ങിയത്. അപ്പോൾ അനുഭവങ്ങൾ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അനുഭവങ്ങൾ വേണം, അതുപോലെ ധൈര്യം മാത്രം പോരാ, അനുഭവങ്ങൾ കൂടെ വേണം, പിന്നെ ഇമാജിനേഷൻ വേണം. പിന്നെ നമുക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാനിങ്ങനെ ഒരു എഴുത്തുകാരനാവുന്ന ഒരു കാലത്ത് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ കുറേ അനുഭവങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ എഴുതി കഴിഞ്ഞപ്പോൾ ആരോ എന്നോട് പറഞ്ഞു, ഇതൊക്കെ കഥയാക്കിയാൽ എന്താണെന്ന് ഒരു എഴുത്തുകാരൻ തന്നെ എന്നോട് ചോദിച്ചത്. ഇത് കുറേ ഇമാജിനേഷൻ, കുറേ വിശ്വസ്ത, ഇതൊക്കെ കഥയല്ലേ, അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് കൂടെ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാനിത് പലതും കഥകളാക്കിയത്. കഥകളാക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ റിയൽ എക്സ്പീരിയൻസിൻ്റെ ബേസിലായിരിക്കും കഥ ഉണ്ടാകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 9/11 പറഞ്ഞൊരു കഥ ഇപ്പോൾ പുതിയതായിട്ട് എഴുതിയുണ്ട്. അപ്പോൾ അത് ന്യൂയോർക്കിൽ താമസിച്ച ഒരു മലയാളി എഴുത്തുകാരൻ്റെ കഥയാണ്, അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടാണ്. പക്ഷെ ഞാനത് എഴുതുമ്പം ആ എഴുത്തുകാരനെ മലയാളിയല്ല, ഒരു ജൂതൻ ആക്കി. അങ്ങനെയാണ് എഴുത്തുകാരെപ്പോഴും വേറെ രീതിയിലേക്ക് കഥ ട്വിസ്റ്റ് ചെയ്യും. പിന്നെ അവൾ പട്ടിണി കിടന്ന് മരിക്കുന്നതായിട്ടാണ് കഥയുടെ അവസാനം. അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ പോകുന്നത് ഒരു ഇറാനിയൻ റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ നമ്മുടെ മലയാളി എഴുത്തുകാരൻ്റെ ആ ഒരു അനുഭവം ഞാൻ വേറെ രീതിയിലേക്ക് ട്വിസ്റ്റ് ചെയ്ത് വേറൊരു കഥയാക്കി മാറ്റി. അത് എഴുത്തുകാരൻ്റെ അതാണ് ഞാൻ പറഞ്ഞത്, ഇമാജിനേഷൻ. പക്ഷേ മറ്റേ ബേസിക് സ്റ്റോറി ചിലപ്പോൾ ആ ഒരു എനിക്കറിയാവുന്ന ഒരു എഴുത്തുകാരുണ്ടായിരുന്നു. പുള്ളിക്കാരന് ന്യൂയോർക്കിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നു. സ്നോ ഉള്ളപ്പോൾ പുള്ളിക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ആ കടക്കാരൻ ഫുഡ് കൊണ്ടു കൊടുക്കും. പിന്നെ ഇങ്ങനെ പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ട് പൈസയൊന്നും മേടിക്കാറില്ല. അപ്പോൾ അയാൾ ആ മുറിയിലിരുന്ന് ഉള്ളൊരു ലൈഫായിരുന്നു. അതാണ് ഈ കഥയുടെ
ഒരു ഐഡിയ അങ്ങനെയാണ് കിട്ടുന്നത്, ആശയം കിട്ടുന്നത്. ഓക്കെ. അത് ഡെവലപ്പ് ചെയ്ത് വേറെ കഥയാക്കി മാറ്റി. ഞാൻ 1911 ഒരു അറിയാമല്ലോ, 1911 കാര്യമാണ്. അതെ. ആ ഒരു സംഭവമായിട്ട് കണക്ട് ചെയ്ത് ഇദ്ദേഹത്തിന് അവിടെ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പുസ്തകശാല ഉണ്ടായിരുന്നു. അവിടെ അദ്ദേഹത്തിൻ്റെ വൈഫും മോളും ഒക്കെ മരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ആ ലൈഫ്, ഞാൻ പറഞ്ഞ കഥ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. എപ്പോഴും നമ്മൾ അതിൽ നിന്നൊരു ഇൻസ്പിറേഷനാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് കാണുന്നതല്ല അറിയുന്ന സംഭവം ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാക്കിയ ഒരു കഥയായി ഡെവലപ്പ് ചെയ്യാന്നുള്ളത്. അങ്ങനെ ഡെവലപ്പ് ചെയ്തൊരു കഥയാണ് 9/11. അങ്ങനെയാണ് എല്ലാ കഥകളും ഉണ്ടാകുന്നത്. അദ്ദേഹത്തിൻ്റെ കഥയെ ആയിരിക്കും എഴുതി കഴിയുമ്പോൾ, പക്ഷേ ഇൻസ്പിറേഷൻ എപ്പോഴും ആ ഒരു ചെറിയ ഇൻസിഡൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ ത്രെഡ് ഉപയോഗിക്കുമ്പോഴേ അതായത് ആ റിയൽ ആയിട്ടുള്ള കഥാപാത്രം എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? അവരെ വെച്ചിട്ടാണ് ഇങ്ങനെ എഴുതുന്നതെന്നുള്ള അവരോട് പറഞ്ഞിട്ടാണ് അത് ചെയ്യാൻ? പറഞ്ഞിട്ടൊരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ. പക്ഷെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ അവരോട് പെർമിഷൻ മേടിക്കേണ്ടി വരും. നമ്മൾ എന്തുമാത്രം അത് നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് അവരുടെ കഥ മോർ ദാൻ 50% ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരോട് പെർമിഷൻ മേടിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അല്ലാതെ എഴുതി എനിക്കൊരു അനുഭവം ഉണ്ട്, അതുകൊണ്ട് ചില പ്രശ്നങ്ങളുണ്ടായതുകൊണ്ട് അത് ആ പുസ്തകം നശിപ്പിച്ച് കളയേണ്ട ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അല്ലെങ്കിൽ ഒരു ഡിസ്ക്ലെയിമർ മുകളിൽ എഴുതണം, ഇത് വെറും ഇമാജിനേഷനാണ്, ഇത് കഥകളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ഒരു കുറിപ്പ് ഞാൻ കൊടുക്കാൻ മറന്നുപോയി. അങ്ങനെ കൊടുക്കണം, എല്ലാ കഥകൾക്കും അങ്ങനെ കൊടുക്കണം എന്നുള്ളതാണ്. ഇപ്പം ജീവിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളാണെങ്കിൽ അങ്ങനെ കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. അല്ലെങ്കിൽ അതിൻ്റെ കേസും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും ഇമാജിനേഷൻ എന്നുള്ള ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ പ്രശ്നം സിനിമയ്ക്കൊക്കെ എഴുതി കാണിക്കല്ലേ ഇത് വെറും സാങ്കല്പികം മാത്രമാണെന്ന്. എന്ന് പറഞ്ഞാൽ പുസ്തകത്തിനും അത് ആവശ്യമാണ്. ഇംഗ്ലീഷ് പുസ്തകങ്ങളൊക്കെ വരാറുണ്ട് അങ്ങനെ. ഇഫ് ഇറ്റ് ഈസ് എ റിയൽ ഇൻസ്പിറേഷൻ ബൈ ദ റിയൽ സ്റ്റോറി, അങ്ങനെ എഴുതുന്നത് നല്ലതാണ് എപ്പോഴും. അപ്പോൾ ഈ കഥ എഴുതുന്നു എന്ന് പറയുന്നത്, അപ്പം തമ്പിച്ചേട്ടൻ ഹൗ ഓഫ്റ്റൻ യു ഡു ഇറ്റ്? ലൈക്ക് എല്ലാ ദിവസവും എഴുതുമോ അതോ ഒരാഴ്ച എഴുതുമോ, എങ്ങനെയാണ്? ഞാൻ എഴുതാൻ തുടങ്ങിയിട്ട് ഇപ്പം ഒരു ആക്റ്റീവായിട്ട് എഴുതാൻ തുടങ്ങിയിട്ട് 12 വർഷമായിരുന്നു. അതിനൊപ്പം കോളേജിൽ മാത്സിൽ ഞാൻ കവിത എഴുതിയിട്ടുണ്ട്. പക്ഷെ അന്നിപ്പം നമ്മളിപ്പോൾ കോളേജിൽ പഠിക്കുമ്പോൾ മാത്സിലൊരു കവിത എഴുതാന്ന് പറഞ്ഞാൽ അതൊരു സാധാരണ കാര്യമല്ല. പിന്നീട് ഞാൻ അമേരിക്ക വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ഈ കവിതകളാണ് എഴുതി തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു എല്ലാ എഴുത്തുകാരും കവിത എഴുതാൻ കാരണം ഒരു പേജ് കൊണ്ട് എഴുതാം, പിന്നെ വലിയ വർക്കില്ല. അന്ന് ഡിജിറ്റൽ റൈറ്റിംഗ് ഇല്ലല്ലോ, ടൈപ്പ് ചെയ്യാൻ ഈ പ്രിൻ്റ് എടുത്ത് കറക്റ്റ് ചെയ്യാനൊക്കെ എളുപ്പം, ഒരു പേജാകുമ്പോൾ എളുപ്പം. അതുകൊണ്ട് കവിതയിലാണ് തുടങ്ങിയത്. പിന്നെ ഞാൻ അസോസിയേഷന് വേണ്ടി നാടകങ്ങൾ എഴുതുമായിരുന്നു. അത് എഴുതേണ്ടി വന്നിട്ട് എഴുതിയതാണ്, അവരെന്നെ കൂടി നിർബന്ധിച്ച് എഴുതിയതാണ്. അപ്പം അതാണ് ശരിക്കും എൻ്റെ ഒരു ഈ കഥകളിലേക്ക് നോവലുകളിലേക്കുള്ള ഒരു യാത്ര തുടങ്ങുന്നത് ഈ നാടകങ്ങളിൽ കൂടിയാണ്. ഞാൻ ആദ്യം 3 നാടകങ്ങൾ എഴുതി. അത് അമേരിക്കയിലെ പല സ്റ്റേജിലും ചെറിയ ചെറിയ നാടകങ്ങൾ, അത് ഓണപ്പതിപ്പിലൊക്കെ വന്നു. ഇടിച്ചക്കപ്ലാമൂട് പോലീസ് സ്റ്റേഷൻ, എൻ്റെ മേരിക്കുട്ടി അമേരിക്ക, പിന്നെ ഡോക്ടർ ദേവസ്വം, ഈ 3 നാടകങ്ങളാണ് ആദ്യം ഞാൻ മംഗ അസോസിയേഷൻ വേണ്ടി എഴുതിയത്. അത് ഞാൻ കഥകളാക്കി കലാമതിയിൽ ഓണപ്പിൽ വിടുന്നത്. അങ്ങനെയാണ് ഞാൻ തുടങ്ങിയത്. പിന്നീട് ആ കഥ എഴുതാനുള്ള ഒരു ഇത് കിട്ടിയപ്പം ഇങ്ങനെ പിന്നെ ആൾക്കാർ വിളിച്ച് എന്നോട് കഥകൾ പറയുമല്ലോ. ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഞാൻ ഇത്രയും വരാൻ കാര്യം ഈ ഡിജിറ്റൽ സൗകര്യം തന്നെയാണ്, അതിന് യാതൊരു സംശയമില്ല. ഇതിൽ ഏത് ബുക്ക് എഴുതിയപ്പോഴാണ് ഏറ്റവും കൂടുതൽ സമയം എടുത്തത്, അല്ലെങ്കിൽ ഇത്തിരി ലാഗ് പോലെ തോന്നിയത്, ഇത് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല? ആദ്യത്തെ ബുക്കാണ് തന്നെ പൂർത്താങ്കുന്ന്. അത് കുറച്ചൊക്കെ ബയോഗ്രഫിക്കലാണ്. അപ്പോൾ അതിനകത്ത് കുറേ നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ ലൈഫാണെന്ന് വായിക്കുന്നവർക്ക് തോന്നുകയും വേണം, എന്നാലാകാൻ പാടില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ ആടുജീവിതമൊക്കെ അങ്ങനെയാണ്. നമ്മൾ റിയൽ ആണെന്ന് വായിക്കുന്നവർക്ക് തോന്നിയാൽ മാത്രമേ പുസ്തകം സക്സസ്ഫുൾ ആകത്തുള്ളൂ. അപ്പോൾ റിയൽ ആണെന്ന് തോന്നുമ്പോൾ നമ്മൾ പേഴ്സണൽ ലൈഫിനെ പറ്റി തെറ്റിദ്ധരിക്കും ആൾക്കാർ. അതുകൊണ്ട് ഒരു 3-4 വർഷം എടുത്ത് അത് ഫിനിഷ് ചെയ്യാനായിട്ട്. കാരണം നോവൽ എന്ന് പറയുമ്പോൾ ഒരു നോവൽ എന്ന് പറയുമ്പോൾ ഒരു കാലഘട്ടത്തിൻ്റെ കഥയാണ്. ഈ 4 വർഷം ഞാൻ വെറുതെ ഇരിക്കുമല്ല, 4 വർഷം വേറെ കഥകൾ എഴുതുന്നുണ്ട്. അതായത് ഒരു ചാപ്റ്റർ എഴുതിയിട്ട് നമ്മൾ ചിലപ്പോൾ അടുത്ത ആഴ്ചയിലായിരിക്കും, അല്ലെങ്കിൽ വേറെ സമയത്തായിരിക്കും ബാക്കി എഴുതുന്നത്. അങ്ങനെ ഒരു 4 വർഷം എടുത്തു. 100 വർഷം കഴിഞ്ഞ് ഇത് വായിക്കുമ്പം അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആരാണ്, അന്നത്തെ നമ്മുടെ മിനിസ്റ്റർ ആരാണ്, അന്നത്തെ എഴുത്തുകാരാരാണ്, അന്നത്തെ സിനിമാടന്മാരാരാണ്, ഇതൊക്കെ ഇതിനകത്ത് വരുന്നത് എപ്പോഴും നല്ലതാണെന്ന് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. അല്ലെങ്കിൽ നമുക്ക് ഹിസ്റ്ററി എഴുത്തുകാരിലൂടെ കിട്ടണമെങ്കിൽ നാളെ ഇതിനെപ്പറ്റി റിസർച്ച് നടത്തുമ്പോഴേ ഞാൻ നോവൽ എഴുതുന്ന കാലഘട്ടത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, ആരൊക്കെ ഇവിടെ ജീവിച്ചിരുന്നു, ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, രാജൻ കേസൊക്കെ വരുന്നുണ്ട് ഇതിനകത്ത്. ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ച ആളാണ്. അപ്പോൾ രാജൻ്റെ ഹിസ്റ്ററി ഉണ്ട്, അന്നത്തെ ഭരണാധികാരികളുണ്ട്, മമ്മൂട്ടി മോഹൻലാൽ തൊട്ട് എല്ലാവരും ഉണ്ട് ഇതിനകത്ത്. അതങ്ങനെ ഞാൻ വരണമെന്ന് തന്നെ മനഃപൂർവ്വം അങ്ങനെ ആക്കിയതാണ്. കാരണം ഒരു കാലഘട്ടം
പറയുന്നു, കഥ പറയുന്നു. ഓക്കെ. ആക്ച്വലി എൻ്റെ അടുത്ത ചോദ്യം ഇത് തന്നെയായിരുന്നു. രാജൻ്റെ കേസ് പറഞ്ഞുകൊണ്ടാണ്. രാഷ്ട്രീയം കൂടുതൽ അടുത്തറിയുകയും അതിനെ ഇത് ഫോളോ ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും അത് എഴുത്തുകാരനെ സംബന്ധിച്ചോളം അത് വളരെ അത്യാവശ്യമല്ലേ. നമ്മളെല്ലാം ഒന്നും ഡീറ്റെയിൽഡായിട്ട് പഠിച്ചില്ലെങ്കിലും ഫോളോ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ. ഇപ്പം തന്നെ ന്യൂയോർക്കിലെ മേയറുടെ തിരഞ്ഞെടുപ്പ് ഒരു ഇന്ത്യൻ ഒറിജിനാണല്ലോ. അദ്ദേഹത്തിൻ്റെ ഫാദറും ഫ്രം ഗുജറാത്തി, മദർ എല്ലാവർക്കും അറിയാവുന്ന മീര നായർ, നമ്മുടെ സിനിമ സംവിധായക, ഗോൾഡൻ ഗ്ലോബൊക്കെ കിട്ടിയാണ്. സലാം ബോംബെയാണ് ആദ്യത്തെ സിനിമ, പിന്നെ മിസ്സിപ്പി മസാല. അവർ വെൽ നോൺ ഡയറക്ടറാണ്, റൈറ്ററാണ്. അവരുടെ മകനാണ് ഈ ഇപ്പോഴത്തെ മേയറായിട്ട് നിൽക്കുന്ന ഇന്ത്യൻ ഒറിജിൻ. അത് നമുക്കൊരു അഭിമാനമായിട്ടുള്ള കാര്യമാണ്. ഫാദർ ഈസ് ഫ്രം സൗത്ത് ആഫ്രിക്ക, പക്ഷേ ഒറിജിനലി ഫ്രം ഗുജറാത്ത്. മമതാനി ആണ്. അപ്പോൾ അതൊരു നമുക്കെല്ലാവർക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പ്രസൻറ്റായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അല്ലാതെ പഴയ ഇലക്ഷൻ ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. പിന്നെ നാട്ടിലെ ഇപ്പോഴത്തെ പിന്നെ രാഷ്ട്രീയമായ കാര്യങ്ങൾ ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. അത് ചെയ്യണം. നാട്ടിലെ കാര്യം പറഞ്ഞപ്പോൾ ചോദിക്കുകയാണ്, ഹൗ ഓഫ്റ്റൻ യു വിസിറ്റ് ഇന്ത്യ? ആവറേജ് 3 to 3 times. എനിക്ക് പടത്തിൻ്റെ ഷൂട്ടിംഗ് കാണും. വർഷത്തിൽ 1-2 പടമൊക്കെ ഉണ്ടാകും. പിന്നെ പുസ്തക പ്രകാശനവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഷാർജ ബുക്ക് ഫെസ്റ്റിവലിൽ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. പിന്നെ ഡി സിയുടെ പുസ്തകമേളയ്ക്ക് പോയിട്ടുണ്ട്, KLSന്. പിന്നെ മാതൃഭൂമിയുടെ പോയിട്ടുണ്ട്. എൻ്റെ പുസ്തകം ഉള്ളപ്പോഴൊക്കെ ഞാൻ പോകാറുണ്ട്. ഇത്തവണ എൻ്റെ നാടകങ്ങൾ ഷാർജ ഫെസ്റ്റിവലിൽ ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഞാൻ ഇത്തവണ പോകാൻ പറ്റത്തില്ല. കുറേ യാത്ര ചെയ്തു. നമ്മുടെ ഡയറക്ടർ സോഹൻലാൽ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ കഴിഞ്ഞ 10-15 ദിവസം. അപ്പം ഞങ്ങളൊരു വലിയ യാത്രയിലായിരുന്നു. അപ്പോൾ ആ യാത്രയുടെ ക്ഷീണം മാറില്ല. അങ്ങനെയല്ലേ ന്യൂയോർക്കിൽ വന്നത്. ട്രെയിനിലൊക്കെ ആംട്രാക്കിലൊക്കെ മലയാളികളൊന്നും, അമേരിക്കയിൽ 10-40 വർഷം മലയാളികളോട് യാത്ര ചെയ്യാത്തത് സോഹൻലാൽ വന്ന് ഇങ്ങനെ സംസാരിച്ചപ്പം അപ്പോൾ നമുക്കൊരു യാത്ര പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ തുടങ്ങിയായിരുന്നു. വളരെ എഫക്റ്റീവായിരുന്നു കേട്ടോ. ഞങ്ങൾ യാത്രയിൽ പിന്നെ ഒരു യാത്രാ വീഡിയോയും കൂടെ സോഹൻലാൽ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇടയ്ക്ക് ഇപ്പം നമ്മൾ ചെയ്യുന്നത് അത് തന്നെയാണല്ലോ. അതിൻ്റെ ഒരു ലാസ്റ്റ് അവസാനത്തെ അധ്യായമാണ് ഇപ്പോൾ സിമി എന്നെ കൊണ്ട് എയർപോർട്ടിൽ വിടുന്നത്. അപ്പോൾ അതുപോലും സോഹൻലാൽ വിടാൻ തീരുമാനിച്ചിട്ടില്ല. അതുവരെ സോഹൻലാൽ പകർത്തുമാണ്. അപ്പോൾ നമ്മളൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാകും ഇത് നാളെ ഇത് സോഷ്യൽ മീഡിയയിൽ വരുമ്പോഴത്തേനും ഞാനും സിമിയും ട്രെയിനിൽ യാത്ര ചെയ്ത പിന്നെ ആമിഷ് ഒക്കെ ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ ഇതുവരെ കാണാത്ത പുതിയ കേട്ടറിവുള്ള ആൾക്കാരെയൊക്കെ ഫ്ലൈറ്റ് വെച്ച് അവരെയൊക്കെ സോഹൻലാൽ ഇൻ്റർവ്യൂ ചെയ്തു. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ പോലും അറിയാത്ത കാര്യങ്ങളൊക്കെ എനിക്കും അറിയാൻ പറ്റി. അവരുടെ വേഷവും കാര്യങ്ങളും അതൊരു ഭയങ്കര അനുഭവമായിരുന്നു കേട്ടോ. നമ്മൾ ഒരുപാട് കൾച്ചറുമായിട്ട് അമേരിക്കയിലുള്ള ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ ഇടപെടാൻ സാധിച്ചു. വെറും ഒരു യാത്ര ആയിരുന്നില്ല. അത് ഞാൻ സോഹൻലാൽ 100% ക്രെഡിറ്റ്. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു യാത്രയ്ക്ക് മുദ്രമായിരുന്നില്ല. അദ്ദേഹം പിന്നെ ബസ്സിലാണ് ന്യൂയോർക്കിൽ നിന്ന് എൻ്റെ നാട് സാൻ ഫ്രാൻസിസ്കോയിലേക്ക് വന്നത്. ബസ്സേ വന്നപ്പോൾ നമ്മൾ ഇന്ന് ട്രെയിനിൽ നിന്ന് പോയി നോക്കാം. അങ്ങനെയാണ് സിമിയുടെ വീട്ടിലെത്തിയത്. സിമിയുടെ വീട്ടിൽ ഇപ്പോൾ 2 ദിവസമായില്ലേ. നല്ലൊരു അനുഭവമായിരുന്നു. പവിയാണേലും വെരി നൈസ് ആൻഡ് വി ഹാഡ് എ വണ്ടർഫുൾ ടൈം ഇൻ യുവർ ഹൗസ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഹൗസ് ആൻഡ് ബ്യൂട്ടിഫുൾ ഏരിയ, എസ്പെഷ്യലി ദിസ് സീസൺ. കളർഫുൾ സീസൺ എന്ന് പറയും. പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ പെൻസിൽവേനിയയിലോട്ട് കയറിയിരിക്കുക കേട്ടോ. ഡെലവേറിൽ നിന്ന് പെൻസിൽവേനിയയിലോട്ട് ഇപ്പം നമ്മൾ കയറിയിരിക്കുക. അപ്പോൾ എയർപോർട്ട് പെൻസിൽവേനിയാണ് അല്ലേ? പെൻസിൽവേനിയ ഫിലഡൽഫിയ എയർപോർട്ടിലാണ് നമ്മൾ പോകുന്നത്. അത് ഈ കളറ് മരങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ അവർക്ക് ഒരു ഇംഗ്ലീഷിലൊരു സേ ഉണ്ട്, കാലിഫോർണിയ ഈസ് ബ്യൂട്ടിഫുൾ ബട്ട് നത്തിങ് കമ്പയർ ടു ന്യൂ ഇംഗ്ലണ്ട് ഇൻ ഫാൾ. ദിസ് ഈസ് എ ബെസ്റ്റ് സീസൺ ടു വിസിറ്റ് ന്യൂ ഇംഗ്ലണ്ട്. ന്യൂ ഇംഗ്ലണ്ട് എന്ന് പറയുമ്പോൾ എല്ലാം വരുമല്ലോ. ഡെൽവെയർ, പിന്നെ ന്യൂജേഴ്സി, കണക്ടിക്കറ്റ്, ന്യൂയോർക്ക്. പിന്നെ ഈസ്റ്റ് കോസ്റ്റിലെ കാരണം ആദ്യത്തെ അമേരിക്കൻ സ്റ്റേറ്റുകളാണ്. സോ ബ്യൂട്ടിഫുൾ ദിസ്. ഐ ലവ് മോസ്റ്റ് ഓഫ് ദ ഇയേഴ്സ് ഞാനിവിടെ വരാറുണ്ട്. എല്ലാ വർഷവും ഈ സമയത്ത് ഇവിടെ വരാറുണ്ട്. കുറേ പിക്ചേഴ്സ് ഇത്തവണ കുറേ കൂടുതൽ വീഡിയോസ് സോഹൻലാൽ ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസും കിട്ടിയിട്ടുണ്ട്. നല്ലൊരു അനുഭവമായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത ഫോളിൽ പ്രേമചേച്ചിയുടെ കൂടെ ഭാര്യയുടെ കൂടെ വരാൻ പ്ലാൻ ഉണ്ടോ? പ്രേമചേച്ചി വരും, ട്രെയിനേ വരികയല്ല. ട്രെയിനേ ഞങ്ങളെപ്പോലുള്ളവർ പറ്റത്തുള്ളൂ. ഞാൻ സോഹന്
അപ്പോൾ തമ്പിച്ചേട്ടാ താങ്ക് യു സോ മച്ച്. നമ്മൾ ഇതിനു മുമ്പ് ഫോണിൽ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നത് എൻ്റെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. പിള്ളേർക്കും ഭയങ്കര സന്തോഷമായിരുന്നു തമ്പിച്ചേട്ടനെ കണ്ടതും. കൂടെ സോഹൻലാൽ സാറിനെയും ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കാണുന്നത്. സോ ഇറ്റ് വാസ് എ ലവ്ലി എക്സ്പീരിയൻസ്. ഇടയ്ക്ക് പ്രേമ ചേച്ചീനെയും പരിചയപ്പെടാൻ പറ്റി ഫേസ് ടൈമിലൂടെ. സോ ഇറ്റ് വാസ് വെരി ലവ്ലി. ഐ ഫീൽ സോ ബ്ലെസ്ഡ്. താങ്ക് യു ഫോർ കമ്മിങ് ആൻഡ് വിസിറ്റിംഗ് ഡെലവെയർ. ഇറ്റ്സ് അവർ പ്രഷർ. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. പവിയെയും ആദ്യമായിട്ട് കാണുവാണല്ലോ. പവിയും പിന്നെ കുറേ നല്ല സൗഹൃദങ്ങൾ, മാർഷൽ, മനോജ്, അങ്ങനെ സിബി ഡേവിഡ് ന്യൂയോർക്ക്, അങ്ങനെ എല്ലാവരുമായിട്ടും വീണ്ടും കണ്ടുമുട്ടാനും വീണ്ടും ഓർമ്മകൾ പുതുക്കാനും ഒരു അവസരം ഉണ്ടായി. അവസാനം ഇതാ സിമിയുടെ അടുത്തും വന്നു. സിമി ഞങ്ങളെ എയർപോർട്ടിൽ കൊണ്ടുവിടാൻ പോകുന്നു. ഇതിൽ കൂടുതൽ എന്ത് വേണം? സന്തോഷം. താങ്ക് യു വൺസ് അഗൈൻ. താങ്ക് യു സോഹൻലാൽ. താങ്ക് യു.